അത് വേറൊന്നും കൊണ്ടല്ല. എന്നാ പറ്റിയെന്നറിയോ അച്ഛാ? അതെന്നാ പറ്റിയെന്നറിയോ അച്ഛാ? അച്ഛന് അണ്ടില്ലാതായി പോയോണ്ടാ. അതല്ല അച്ഛാ, അച്ഛന്റെ അണ്ടി അച്ഛനെ പണ്ട് കഴപ്പൂത്തപ്പേ ഈ കടിക്കാൻ കൊടുത്തില്ലേ? എന്തുകൊണ്ട് ചിരിക്കുന്നേ? ഹലോ അച്ഛാ, കാര്യപ്പെട്ട എന്നാ കഴപ്പിന്റെ പേരിലല്ല എന്നെ പട്ടിയുടെ കോർത്തി കൊണ്ട് വല്ലവരും കുത്താൻ ചെല്ലോ? പട്ടി കടിച്ചിട്ട് പിന്നെ കുണ്ണയില്ല കുണ്ണില്ല അവരുടെ കാര്യമുണ്ടോ? അതെ, ഞാൻ കാര്യപ്പെട്ട വല്ല കാര്യമുള്ള കാര്യമായിരുന്നു. പട്ടിയുടെ കോർത്തിട്ട് കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പറ്റുള്ളൂ? ആണോ? പണ്ട് കാളയുടെ അടി കേറിയിട്ട് കാല് മടക്കി തൊഴിച്ച് ബോള് പൊട്ടിപ്പോയ കേസിലെ അച്ഛൻ. അച്ഛൻ കുണ്ണയില്ലാന്നുണ്ടെ പിന്നെയും വേണ്ടിയല്ല, ബോളും ഇല്ലെങ്കിലോ? അതിനേക്കാൾ ഏറ്റവും വലുത് എങ്ങനെയാ? അച്ഛന് വേറൊരു കാര്യമുണ്ട്. അച്ഛനെ തൂറിയല്ലേ തെറ്റത്. എന്റെ അച്ഛനെ തെറ്റതല്ലല്ലോ, തൂറിയതല്ലേ. പണ്ട് JCB വെച്ച് വലിപ്പിച്ച് കേട്ടെ. എന്നാ അച്ഛൻ എങ്ങനെ? പിന്നെ അച്ഛൻ എന്നെ അമ്മനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛൻ പൂറി മോളെ എന്നല്ലാതെ വേറൊന്നും അറിയത്തില്ല അച്ഛാ. ഒരു കന്തൂരി നായരുടെ മോളെ പൂരി പഞ്ചവരാതി കുന്നത്തായോട് കണ്ടേരോട് വെക്കേരോട് മോളെ. തെക്കേൽ എറിഞ്ഞിട്ട് വേറെ എങ്ങോട്ടാ എറിഞ്ഞേ? ഞാൻ കാര്യം പറട്ടെ. പണ്ട് നിങ്ങളുടെ അമ്മയുടെ കന്ത് പട്ടി കടിച്ചിട്ട് പോയി കേട്ടോ, സത്യമാണ്. അവിടെ ഇപ്പൊ ഫ്ലാറ്റ് അത് കാരണം കസ്റ്റമേഴ്സിന് എണ്ണം കുറഞ്ഞെന്ന് കേട്ടെ. നിങ്ങളുടെ അമ്മ ശക്തിയുടെ വലംകൊതവും നിങ്ങളുടെ പെങ്ങളെ ഇടംകൊതവുമായിട്ട് നിങ്ങൾ ടോട്ടലി ശക്തി ഫാമിലിയായിട്ട് പോവാന്ന് കേട്ടെ. അത് മാത്രല്ല, ഞങ്ങളുടെ ഇവിടുത്തെ തമിഴൻ പിള്ളേരൊക്കെ ഓടി വന്ന് നിങ്ങളുടെ അമ്മയുടെ പർവ്വതം പോലത്തെ മുരയുടെ പോലെ ഇരുന്ന് തൂർന്നേന്ന് അറിഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അതാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ. അതിനങ്ങനെ ചെയ്യുന്നത് അത് ഈ പിള്ളേരെല്ലാം അവിടെ കൊണ്ട് തൂറി വെച്ചിട്ട് അമ്മയ്ക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അത് ഈച്ചേനെ തട്ടിക്കളയുന്ന മാതിരി തീട്ടെല്ലാം തട്ടിക്കളയുന്ന പരിപാടി നേട്ടെ. അമ്മൂമ്മയുടെ പൂറ്റിലുള്ള കേസല്ല മര്യാദയുള്ള കേസാ. പക്ഷെ നിങ്ങളാ അമ്മയുടെ പൂറ്റിനകത്ത് IPL ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. 2010 IPL ക്രിക്കറ്റ് മാച്ച് നിങ്ങൾ അമ്മയുടെ പൂറ്റിയാണ്. അത്ര ആൾക്കാർ കയറി കടിച്ചിട്ട് പോലും നിങ്ങൾ അമ്മയുടെ കളി മാറിയില്ല എന്നുള്ള കേട്ടെ. അത്രയും പേരുടെ കളിക്ക് ഒരു സുഖമില്ലായിരുന്നാണ് അമ്മ പറയുന്നത്. അതെങ്ങനെ കിണറായിരുന്നെങ്കിൽ പിന്നെയും മര്യാദ ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ആയിക്കഴിഞ്ഞാൽ വല്ല പണി പോകും. ഞങ്ങൾ അപ്പുറത്തെ ഇവിടെ ആനയെ നിങ്ങൾ അമ്മയുടെ പൂറ്റി പറക്കി തൊട്ടെ. ട്രെയിൻ അതല്ല, അടിച്ച പോലെ തിരിച്ചടിക്കാണ് പഞ്ചവരാതി മോനെ. എന്നെ കഴപ്പുണ്ടാക്കാൻ വിളിച്ച പെണ്ണുകാലത്ത് മോതാൻ വരുന്നത് കേട്ടോ. അടിച്ചിട്ട് പല്ലായിടും മൈരെ. നീ പല്ല് വെച്ചിട്ടുണ്ടോ? പല്ല് വെച്ചിട്ടുണ്ട്. നീ പല്ലേക്കുന്ന സെൻസസ് എടുത്ത് നടക്കാതെ അമ്മയുടെ പൂറ് പോയി കഴുകി കൊടുക്കും ചെല്ല്. കഴിഞ്ഞ ദിവസം അടിച്ചിട്ട് കഴിഞ്ഞ ദിവസം തീട്ട ഉണക്കി പിടിച്ച് പല്ല് കേൾക്കുന്ന സാധനല്ലേ നീ? ഏണോ നീരെ നിന്റെ അമ്മയുടെ കൊതവും പൂറും പോയാ തേച്ച് കഴിയാൻ മോനെ. ആന അടിച്ചിട്ട് മോട്ടർ കണക്കിൽ വേണ്ടി എടുത്തിട്ടേക്കുന്നത് ചെല്ല്. അടുത്ത കസ്റ്റമേഴ്സിനെ വേണ്ടേ? നീ എന്നാ വയറിളകി പൂർണ്ണമായി ഇതിനെ കുടയ്ക്കുന്നേ? പഞ്ചവരായി തായോളി തൂക്കി പോയേ വരയ്ക്കാ പോയി കിടന്ന് ഉറങ്ങാൻ മയിലേ. എടാ കൊച്ചാണോ നീ? എടാ നീ നിനക്ക് വല്ല തെറി അറിയോ? നീ പിന്നെ എന്നെ കുണയ്ക്കാൻ വിളിച്ചതാ? കുണയ്ക്കാൻ വിളിച്ചേടാ ചുമ്മാ ഈ കൊച്ചു പിള്ളേരെ. എടാ 1 വയസ്സുള്ള കൊച്ചു വയറിളകി തൂർന്ന മാതിരി നീ കൊണാന്ന് പറഞ്ഞ് കുണയ്ക്കാണോ മയിലേ? നിന്റെ വായിക്കാത്ത തൂർത്തരും ഓർത്തോ മയിലേ? എന്റെ വായിക്കാത്ത വഴി വിട്ടുവരും. വഴിക്ക് മര്യാദ എടുത്തു മര്യാദ ഇല്ലെന്ന് ഓർത്തോ നീ അതും തിന്നും. വയറിളകി തൂർത്തരും ഞങ്ങൾ. വയറിളകി തൂർന്ന മാതിരി നീ കുണയ്ക്കുന്നേ. നിന്റെ കോണ കേട്ടോ നല്ല. എന്റെ കോണ നല്ല കിണ്ണ കോണയാ. നീ പോയി പണി നോക്ക്. അമ്മയുടെ പൂറ്റിനകത്ത് തൂപ്പുജോലി കിട്ടുമെന്ന് കേട്ടു. പുറത്തിനകത്ത് ഇവിടെ തൂറിയിട്ടുണ്ട്. നിന്റെ അമ്മയെ പുറത്ത് 2 കല്ലും വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂറുപടി പൂറി. അതെ അതെ കല്ല് നിന്റെ അമ്മയുടെ പൂറ്റിനകത്ത് കേട്ടോ പേരൊഴുകുന്നതാ. എന്നീ മൈനെ നിന്റെ അമ്മയുടെ പൂറ്റിനകത്ത് തന്നെ പേരൊഴുകുന്നു. പോയി വടിച്ചു കൊടുക്കും. അതുപോലെ നക്കി കുടിച്ചോടി പൂറി. ചെന്ന് വാടിക്ക് ചെല്ല്. അവിടുന്ന് മീശയുടെ ഭാഗത്ത് വെച്ചു രാത്രി കുണയ്ക്കാൻ വേണ്ടി വിളിക്കരുത് കേട്ടാ. നിന്റെ അമ്മയുടെ പൂറ്റിന്ന് കറുത്ത ടാറാ ഒഴുകുന്നു പൂറി. കറുത്ത ടാറ എടാ അടിച്ച ഡയലോഗ് അല്ല നിനക്ക് വേറെ എന്താ? നിന്റെ പെണ്ണുങ്ങൾ അടിച്ച ഡയലോഗ് അത് വെറും മയിരൻ.
വെറും കുണ്ണ കാശിന് കൊള്ളാത്ത കുണ്ണ കാക്കുന്ന അരക്കുന്ന തെരുവട്ടി ഊക്കിയിട്ടുണ്ട്. തെരുവ് പട്ടിയാണ് എല്ലാ പട്ടിയാണ്. നീ പണ്ട് നിന്റെ അമ്മ വല്ലാത്ത കഴുപ്പ് കൂട്ട് അവര് കൂറ് പൊളിച്ച് വഴി കിടന്ന് വണ്ട വഴിവൊക്കെ വന്ന് ഊക്കി ഉണ്ടായ മോനെ. നിന്റെ അപ്പൻ ആരാന്നറിയാൻ നീ സെൻസസ് എടുത്ത മോനാ അല്ലേ? പട്ടിക്ക് വരെ നീ സെൻസ് എടുത്ത മോനല്ലേ? പട്ടിയാണോ വരെ തപ്പിയ സാധനമാണ് നീ. അവസാനം നിനക്ക് തന്തനെ കിട്ടാനിട്ടേ അവസാനം പട്ടി പോയിട്ട് നിനക്ക് അവസാനം നീ എന്നാ ചെയ്യാൻ അറിയോ? ഒരു പട്ടിയുടെ പേരെടുത്തിട്ട മോനാ നീ. പട്ടിയുടെ പേരില്ല നിനക്ക്? നിന്റെ ഇനിഷ്യല് പട്ടിയുടെ പേരല്ലേ? ആ പട്ടി പേരിട്ടേന്റെ പേര് നിന്നെ കടിച്ചതല്ലേ? ഞാൻ വേറൊരു കാര്യം അറിഞ്ഞല്ലോ, അത് ഭയങ്കര സത്യം. എല്ലായിടത്തും പാടിറക്കാൻ ഞാൻ വേറെ സത്യം അറിഞ്ഞല്ലോ. ഏളമയിലെ നിന്റെ അമ്മേനെ ഊക്കിയ പട്ടിക്ക് ഒടുക്കത്തെ പേയും വയറ്റിളക്കം ശബ്ദങ്ങളുമായിട്ട് മൃഗാശുപത്രി അഡ്മിറ്റാണ്. അരക്ക് ചുറ്റും പൂറ അതെ കൊതത്തിന് ചുറ്റും മുഴുവൻ പൂറളാണേ. ദേഹം മുഴുവൻ പൂറാണോ? വെറുതെ അല്ല നിന്നെ പൂറിന്ന് വിളിക്കുന്ന ആൾക്കാർ. പൂറുള്ളവള് പൂറിയാ. നിന്നെ പൂറി മോനെന്ന് വിളിച്ചു കഴിഞ്ഞാലോ? ആണല്ലേ? നീ ആണും പെണ്ണും കേട്ട സാധനം പറഞ്ഞേ. ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയ്ക്ക് ചെരവൊക്കെ കുത്തി വെച്ചോ? എടി നിന്റെ അമ്മയ്ക്ക് നിന്റെ അമ്മളെ കോപത്തിനകത്ത് ഇപ്പൊ പൂറ് പറ്റാനായിട്ട് കൊതമിട്ട് ആക്കി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കൊതം ഇപ്പൊ ഇലാസ്റ്റിസിറ്റി മൂട്ടിട്ട് അകത്തുള്ള സാധനങ്ങളാണ് പുറത്തു പോരുമെന്ന് പറഞ്ഞേ. എന്നാണ് ഇത്?